വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകൾക്കായുള്ള തെരച്ചിൽ 7ാം ദിവസത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഐബോർഡ് പരിശോധനയിൽ ബെയിലി പാലത്തിന് സമീപം 2 സിഗ്നലുകൾ ലഭിച്ചു. ഇത് കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധനയുണ്ടാകും. സിഗ്നലുകൾ മനുഷ്യ ശരീരത്തിൻ്റെതാകാമെന്ന സംശയമുണ്ട്. ഡോഗ് സ്ക്വാഡിനെ എത്തിച്ചാകും പരിശോധന നടത്തുക. ചാലിയാർ പുഴയിലെ തെരച്ചിൽ ഇന്നും തുടരും. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ചാലിയാറിൽ നിന്ന് ഇതുവരെ 233 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഇപ്പോൾ 359ആയി. തിരിച്ചറിയാത്ത 8 പേരുടെ മൃതദേഹം സർവ്വമത പ്രാർത്ഥനയോടെ ഇന്നലെ പുത്തുമലയിൽ സംസ്കരിച്ചു. ഇപ്പോൾ നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുകയാണ്. ചൂരൽമലയിൽ നിന്ന് ഷഹദ് റഹ്മാൻ, നിലമ്പൂരിൽ നിന്ന് ചാലിയാർ പുഴയ്ക്ക് സമീപം നിന്ന് സമീർ ബിൻ കരീം, അതുപോലെ ചൂരൽമലയിൽ നിന്ന് KR ഗോപികൃഷ്ണൻ, ഹാഷ്മി താജ് ഇബ്രാഹിം, ദീപക് തർമ്മടം എന്നിവർ നമുക്കൊപ്പം ചേരും. ആദ്യം നമ്മൾ ചൂരൽമലയിലേക്കാണ് പോകുന്നത്. ഈ മഹാദുരന്തം പെയ്തിറങ്ങിയ ചൂരൽമലയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, എന്തൊക്കെയാണ് ഇന്ന് അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ? എന്തൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുന്നു? എസ്കെൻ, ഈ ദുരന്തം നടന്ന് 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം ഇന്നത്തെ ദൗത്യം വീണ്ടും പുനരാരംഭിക്കും. പോലീസ് സേനാംഗങ്ങൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ആർമി സേനാംഗങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞു. അവർ അതായത് അവരുടെ പേരും വിശദാംശങ്ങളും, അതായത് ഈ ബെയിലി പാലം കടക്കുന്ന മുഴുവൻ ഈ രക്ഷാപ്രവർത്തകരും അവരുടെ പേരും വിശദാംശങ്ങളും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇവരെ മറുകരയിലേക്ക് കടത്തിവിടുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ പ്രൊസീജിയർ ഉണ്ടായിരുന്നു. കാരണം കൃത്യമായിട്ട് ഇവിടെ നിന്നും രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ആളുകളുടെ വിശദാംശങ്ങൾ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പോലീസ് ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലത്തെ പരിശോധനയിൽ 2 സിഗ്നലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ബെയിലി പാലത്തിന് സമീപത്താണ്. പക്ഷേ അത് എന്തിൻ്റെതാണ് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ സാധിക്കില്ല. അത് മനുഷ്യൻ്റെതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ 2 സിഗ്നലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ കൂടുതൽ പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡിന്റെ കൂടി സഹായത്തോടു കൂടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പരിശോധന ഉണ്ടാവുക. നിലവിൽ ഈ ബെയിലി പാലത്തിന് സമീപത്തൊക്കെ JCBയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിച്ച് 1-2 തവണ പരിശോധനകൾ പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഇത്തരത്തിലൊരു സിഗ്നൽ കൂടി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഇനി കൂടുതൽ പരിശോധനകൾ വ്യാപിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സിഗ്നൽ കണ്ടെത്തിയത് കൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എന്തെങ്കിലും ഒരു തുമ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയെല്ലാം നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ പരിശോധന നടത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ തന്നെ പരിശോധന നടത്തും എന്നുള്ളത് കഴിഞ്ഞ ദിവസം സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഇന്നലെ 2 സിഗ്നൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തും. എസ്കൻ, കാണാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഈ മേഖലകൾ ഇങ്ങനെ ആയിരുന്നില്ല. കാരണം ഈ പുഴയുടെ ഗതി കുറച്ചുകൂടി വീതിയിലായിരുന്നു. എന്നാൽ ഇന്നലെയൊക്കെ ഇത് കുറെ കൂടി ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. കാരണം ഈ പാറക്കല്ലുകളൊക്കെ കുറെ കൂടി അങ്ങോട്ട് നീക്കിയിടുകയും അതുപോലെ തന്നെ മണ്ണ് ഈ മേഖലയിൽ നിന്ന് കുറെ കൂടെ മാറ്റി ഈ പുഴയുടെ ഒഴുക്ക് കുറെ കൂടി സുഗമമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ആർമി സംഘം ഇപ്പോൾ ഈ ബെയിലി പാലം വഴി മുണ്ടക്കൈയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ആർമി സംഘം ഇപ്പോൾ ഈ ബെയിലി പാലം വഴി ഒരു ഘട്ടം, അതായത് 1ാം ടീം അല്ലെങ്കിൽ ഒരു ബാച്ച് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു. വിവിധ ബാച്ചുകളായി തിരിച്ചാണ് ഈ പരിശോധന വിവിധ ഇടങ്ങളിൽ നടക്കുന്നത്. ഈ ഓരോ ബാച്ച് ആർമിക്കൊപ്പം ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ടാവും, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ സംഘം ഉണ്ടാവും, അതുപോലെ തന്നെ പോലീസും ഉണ്ടാകും. അങ്ങനെ ഒരു ടീമായിട്ടുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത്. ഇന്നും സമാനമായ രീതിയിലാണ് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഞാൻ അല്പം മുമ്പ് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാതെ പോയ കാര്യം, എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 സോണുകളായി തിരഞ്ഞിട്ടാണ് പ്രധാനമായിട്ടും ഈ തിരച്ചിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. ഇതിൽ പല സോണുകളും ഇതിനോടകം തന്നെ ക്രോസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി ബാക്കിയിടങ്ങൾ കൂടി വിശദമായിട്ടുള്ള പരിശോധന നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സോണുകൾ ഇങ്ങനെയാണ്. അട്ടമല പ്രദേശമാണ് ആദ്യ സോൺ. ഈ അട്ടമല മേഖലയിൽ ഇതിനോടകം തന്നെ പരിശോധന നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചു. ഈ JCBയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും ഒക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഈ മേഖലയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴും ആ മേഖലയിൽ പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് മുണ്ടക്കൈയാണ്. മുണ്ടക്കൈയിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം ആ മേഖലയിൽ ആദ്യഘട്ടത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. സാധ്യമായതെല്ലാം ആ മേഖലകളിൽ ചെയ്യുന്നുമുണ്ട്. പിന്നീടുള്ളത് പുഞ്ചിരിമട്ടമാണ്. പുഞ്ചിരിമട്ടത്തും സമാനമായ രീതിയിൽ ഈ JCBയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും അതുപോലെ തന്നെ വിവിധ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. എസ്കെ.
ഓക്കെ, ഷഹദർ റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. കെടാവർ നായകളെ കൂടി ഉപയോഗിച്ചിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. കെടാവർ നായകളുടെ പ്രത്യേകത ഈ മൃതശരീരത്തിൻ്റെ സാന്നിധ്യമോ മനുഷ്യരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായാൽ അത് മണം പിടിച്ച് കണ്ടെത്തുമെന്നുള്ളതാണ് ഇത്തരം നായകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തരം നായകളെ ചെന്നൈയിൽ നിന്നും തന്നെ ഇന്നലെ തന്നെ കൊണ്ടുവന്നിരുന്നു. അതുപോലെ ചില പ്രേക്ഷകർ ചോദിച്ചു 24 കണക്ട് സ്റ്റോപ്പായി. ഒരിക്കലുമില്ല. 24 കണക്ട് നമ്മുടെ കരുത്താണ്, ശക്തിയാണ്. 24 കണക്റ്റിലല്ലേ നമ്മൾ 100 വീടുകൾ പ്രഖ്യാപിച്ചത്. മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ഫ്ലവേഴ്സ് 24 ഇനിഷ്യേറ്റീവിലെ എൻ്റെ കുടുംബം വയനാടിനൊപ്പം പ്രേക്ഷകരും നമ്മളെല്ലാവരും ചേർന്ന് നടത്തുന്ന ആ യത്നത്തിലും 24 കണക്റ്റിൻ്റെ സാന്നിധ്യം വളരെ സ്ട്രോങ് ആയിരിക്കും.